ആദ്യമായാണ് എന്തെങ്കിലും സമ്മാനം കിട്ടുന്നത്. ഇതുവരെയുള്ള ജീവിതത്തിൽ എല്ലായിടത്തു നിന്നും എനിക്ക് കിട്ടിയത് അടിയും തൊഴിയും മാത്രമായിരുന്നു. ഏറ്റവും മികച്ച പുസ്തകങ്ങൾക്ക് നൽകുന്ന വാർഷിക പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ട് ഡെൻമാർക്കാരനായ ഓസ്കർ സിഡ്നിക്ക് എന്ന യുവാവ് അഭിമാനത്തോടെ പറഞ്ഞ വാക്കുകളാണിത്. 2018 കോപ്പൻഹേഗനിൽ നടന്ന ലളിതമായ അവാർഡ് ദാന ചടങ്ങിലാണ് അദ്ദേഹം ഇത് സംസാരിച്ചത്. നമ്മൾ ഈ വാക്ക് കേൾക്കുമ്പോൾ അപകടങ്ങൾ അതിജീവിച്ച് ഉയർന്ന വന്നൊരു എഴുത്തുകാരൻ്റെ വാക്കുകൾ പോലെ തോന്നാം. പക്ഷേ ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടില്ല, അതൊരു എഴുത്തുകാരനല്ല. അപ്പോൾ എഴുതാത്ത പുസ്തകത്തിന് എങ്ങനെയാണ് ഏറ്റവും നല്ല പുസ്തകത്തിന് അവാർഡ് കിട്ടിയത്? അവാർഡ് കിട്ടിയത് ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിനല്ല, ഇദ്ദേഹത്തിന് തന്നെയാണ്. സിഡ്നിക്ക് എന്ന മനുഷ്യ പുസ്തകത്തിനാണ് അവാർഡ് കിട്ടിയത്. ധാരാളം മനുഷ്യരാൽ വായിക്കപ്പെട്ടൊരു ബെസ്റ്റ് സെല്ലർ പുസ്തകമായിരുന്നു സിഡ്നി. ഇപ്പോൾ 2.5 ദശകമായിട്ട് ലോകത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു കൺസെപ്റ്റാണ് ഹ്യൂമൻ ലൈബ്രറി. റോണി അബർഗലും കൂട്ടുകാരാണ് ഇത് തുടങ്ങുന്നത്. സാധാരണ ലൈബ്രറിയിൽ പുസ്തകങ്ങളാണ് വായിക്കുന്നതെങ്കിലും ഹ്യൂമൻ ലൈബ്രറിയിൽ നമ്മൾ വായിക്കുന്നത്, അറിയുന്നത് മനുഷ്യരെയാണ്. അനുഭവങ്ങളും അതിജീവനും ഒക്കെ മറ്റുള്ളവരുടെ മുൻപിൽ സത്യസന്ധമായി തുറന്നു പറയാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും തയ്യാറാകുന്ന ആർക്കും സ്വയം പുസ്തകമാകാം. മനുഷ്യ പുസ്തകം. ഇത് ഗോസ്പൽ സിറ്റുവേഷൻ നോക്കിയേ. ഈശോയുടെ സമയത്ത് ധാരാളം പുസ്തകങ്ങളുണ്ടായിരുന്നു. മതപരമായിട്ട് നോക്കുമ്പോൾ അവർക്ക് തോറയുണ്ട്, നിയമങ്ങളുടെ കെത്തുബീമുണ്ട്, പ്രവാചക ഗ്രന്ഥങ്ങൾ നബീമുണ്ട്. അതും കൂടാതെ നിയമങ്ങൾ ഇങ്ങനെ പെറുക്കി എഴുതിയ മിഷനുണ്ട്. ഈ പുസ്തകങ്ങൾ മനുഷ്യരെ ഭാരപ്പെടുത്തിയിരുന്നു. കാരണം അത് ലൈറ്റ് റീഡിങ്ങിനുള്ളതല്ല. അവിടെയാണ് ഈശോ എന്ന് പറയുന്നത്, അധ്വാനിക്കുന്നൊരു ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുത്ത് വന്നേ, നിങ്ങൾ എന്നെ വായിച്ചേ, നിങ്ങൾ എന്നെ പഠിച്ചേ, റീഡ് മീ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചുള്ള പുസ്തകത്തിൻ്റെ പേര് ക്രിസ്തു എന്നാണ്. ക്രിസ്തു പറയാണ്, എന്നെ വായിക്കാൻ എളുപ്പമാണ്, എന്നെ വായിക്കുന്നത് തന്നെ കംഫർട്ടാണ്. ക്രിസ്തുവിനെ വായിച്ചു തുടങ്ങിയോ നമ്മൾ?